ഈശോ പണ്ടാറകാലം വരുന്നല്ലോ. ആ പപ്പലു ഓ വരവ് കണ്ടിട്ട് അടിക്കാനുള്ള മൂടാട്ടാ. ഷർട്ട് അടിക്കാൻ സമ്മതിക്കണ്ടാ. എരുമ കുടിക്കുന്ന പോലെ കുടിച്ച് തീർക്കും ചെയ്യും. ടച്ചിൻ സാധനം ഒക്കെ തിന്ന് തീർക്കും. കാലുപ്പി വരെ ആക്രിയാർ കൊണ്ട് കൊടുക്കും. പ്ലാസ്റ്റിക് ഉപ്പി ആണെങ്കിലേ വീട്ടിൽ വെള്ളം നിറയ്ക്കാൻ വന്ന് കൊണ്ടുപോകും. അങ്ങനത്തെ അവൻ എൻ്റെ മോനെ എവിടെ കണ്ടാലും വാടക വിളിക്കും. ആകെ 30 രൂപയുടെ വാടക ഉണ്ടാവുള്ളൂ. അത് ചോദിച്ചു കഴിഞ്ഞല്ലോ ഗഡിയായിട്ട് നീ എൻ്റെ അടുത്ത് 30 രൂപ വാടക ചോദിക്കല്ലേ പറയും. അത് കേട്ടാ നമ്മളെങ്ങനെയാ ചോദിക്കുക. പിന്നെ ലാസ്റ്റ് ഒരു വാക്കും ശരിട്ടാ എന്നു പറയും. ജീവിക്കാനാണോ നമ്മൾ ഈ സാധനം ഇട്ട് വിട്ടണേ? അടിക്കുന്നില്ലേ? പിന്നെ ഞങ്ങൾ അടി നിർത്തി. അതാണ് ഞങ്ങൾ സംസാരിച്ചോണ്ടിരിക്കണ്ടായിരുന്നത്. അയ്യോ അപ്പൊ ഞാൻ എന്തിട്ട് ചെയ്യാ? ഞാൻ നിർത്തേണ്ടി വരില്ലേ? അതെ പിന്നെ ഒരു കാര്യം കൂടി ചോദിക്കാണ്ട്. അതാ ഞാൻ ടെൻഷനിൽ ഓടി വന്ന. നിങ്ങൾക്ക് എന്നെ കുറിച്ചുള്ള കറക്റ്റ് ആയിട്ടുള്ള അഭിപ്രായം എന്ന് പറഞ്ഞ അത് കുഴപ്പമില്ല. നമ്മുടെ ഗഡിയല്ലടാ. നീ പറയടാ, നീ ഒന്ന് പറയും. അത് കുഴപ്പമില്ലാന്ന്. നീ നമ്മുടെ ചങ്കടാ. കുഴപ്പമില്ല. അല്ലടാ, നീ കറക്റ്റ് ആയിട്ട് പറഞ്ഞോ. എന്നെ കുറിച്ച് ആൾക്കാർ നല്ലതല്ല പറയണെന്ന് എനിക്കറിയാം. നീ സത്യസന്ധമായിട്ട് പറയും. എടാ അതിപ്പോ എങ്ങനെയാടാ മുഖത്ത് നോക്കിട്ട് പറയാ? അതെ ഞാൻ അങ്ങോട്ട് മാറിക്കാം. നിങ്ങൾ എന്നെ കുറിച്ചുള്ള അഭിപ്രായം അങ്ങോട്ട് ഇങ്ങോട്ട് സംസാരിച്ചേ. പറ്റിക്കാൻ പാടില്ലട്ടാ. ഞാൻ വന്നിട്ട് ചോദിച്ചോളാം. ഓക്കെ അല്ല പറഞ്ഞോ. ഞാൻ ചെയ്വത്ത് പിടിച്ചിട്ടുണ്ട്. പെണ്ടി കഴിവേറി കൂട്ടുകാരനെ എത്ര കള്ള കഴിവേറി പന്നൊക്കെ പിന്നെ പോലെ തന്നെ നിനക്കൊക്കെ കിട്ടിയില്ലേ? നീ നോക്കണം. പിന്നെ പോലത്തെ ഒരാൾ നമ്മുടെ നേരെ വേണ്ടെങ്കിലോ വഴി മുറി നടക്കണം. അത്ര വൃത്തിയായിട്ടാണ് എന്റെ പൊന്നളിയാ കാട്ടുവള്ളി ഇതിനും ഭേദം എങ്ങനെയും മുറിച്ചെങ്കിലും കളയാ. ഇതൊക്കെ പിടിച്ചു കഴിഞ്ഞാലേ വീട്ടാണെങ്കിലേ നമ്മുടെ പിടിക്ക് വന്നിട്ട് ഏറ്റവും വലിയ പണ്ടാറണം പള്ളിയാണ് ഇത്. നമുക്ക് കഴിയും അങ്ങനെ പിഴിഞ്ഞിട്ട് പറയാൻ എന്താ പറഞ്ഞെന്ന് പറയണ്ട. നല്ലതാണോ മോശമാണോ? അതിപ്പോ കോംപ്ലിക്കേറ്റഡ് ആണ്. നല്ല മോശം അഭിപ്രായമാണ്. നീ നിർബന്ധിച്ച് ആരെന്നുകൊണ്ട് സത്യസന്ധമായി പറഞ്ഞ വേറെ ഒന്നും വിചാരിക്കില്ല. പറഞ്ഞല്ലോ വേണ്ട തന്നൊന്നും മിണ്ടാത്ത നിറമുണ്ടാത്ത ദൈവവിശ്വാസം ഉണ്ടാ? ഒരു ചൊല്ലു പറയാം. ദുഷ്ടനെ ദൈവം പന പോലെ വളർത്തും. കേട്ടിട്ടുണ്ടോ? ദൈവം ചങ്ങായിയാണെങ്കിൽ പന പോലെ വളർത്തുന്നോണ്ടേ പൈസപരമായിട്ട് ഒരു ഉന്നതി വന്നിട്ടില്ലാന്ന്. നാട്ടുകാരാണെങ്കിൽ വൃത്തിയായിട്ട അഭിപ്രായം മാത്രം. ഏതെന്താണോ അതുണ്ടാക്കി? ദൈവത്തിന് മിസ്സിങ് പറ്റിയതാണോ അതിന് പറഞ്ഞ ആൾക്ക് തെറ്റിയതാണോ? ദൈവമേ, നീ എന്നെ മനസ്സിലായിട്ട് കണ്ടിട്ടില്ലേ? ആദ്യം മനസ്സിലാവടെ. മനസ്സിലാ ഈ പോണവനില്ലേ മനുഷ്യൻ പറഞ്ഞത് വലിയ വൃത്തിയായിട്ടാണ്. മാറാൻ കത്തി കറഞ്ഞ കുറ്റം പറയാനെ. എന്തുടാ? കുഴപ്പമില്ല. എന്നെ മാത്രല്ലല്ലേ ആ തെണ്ടിനെ വളർത്തുന്നില്ലല്ലേ ദൈവം. നീ അവിടെ നിന്ന് മാറിയിട്ടേ നിന്നെ കുറിച്ച് കുറ്റം പറയാൻ. അതിന് നിന്റെ അടുത്ത് ആരാ പറഞ്ഞ അവൻ നല്ലവനാണ്? കണ്ണ് കാണാണ്ട് ലോട്ടറി വിൽക്കാതിരിക്കുന്ന ചേച്ചിരുന്നു. ലോട്ടറി അടിച്ചു മാറ്റിട്ട് ഓടി കളയണവനവൻ. അതടിക്കും. അതുമില്ല. ഒറ്റ ദുഷ്ടന്മാരും ദൈവം വളർത്താറില്ല. ഇപ്പൊ മനസ്സിലായി നിനക്ക് കാര്യം? അന്ന് എന്നൊന്ന് അവിടെ വരെ ആക്കോ. പൈസ തരൂ. 30 രൂപ തരാം. അടുത്ത ആഴ്ച മതിയാ. അപ്പൊ നമ്മൾ നന്നായി കഴിഞ്ഞാൽ ദൈവം നമ്മളെ വളർത്തൂല്ലേ? വളർത്തും 1000 വളർത്തും.